ജയറാമിന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസേനൻ ഉണ്ടായിരുന്നെങ്കിൽ. വിളിച്ചാലേ പോകാൻ പറ്റും. എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കുമോ? ഇത് വേദന ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് പിരിഞ്ഞു? ഇൻ്റർഫിയർ ചെയ്തില്ല, ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. ജയറാം സത്യം ഞാൻ തുറന്നു പറയാം, കഥയിൽ ഇടപെട്ടിട്ടില്ല. പുള്ളിക്ക് കഥയിൽ ഇടപെടാൻ അറിയത്തില്ല. ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെൻറ്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. ഇത് മധുചന്ദ്രലേഖയും കഴിഞ്ഞ് കനകസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല. സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ശകലകന്നു എന്ന് കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ടു പോകാൻ ആളുണ്ടാവും. ഉർവശി എടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ്, മധുചന്ദ്രലേഖ ഞാൻ ഇഷ്ടമില്ലാതെ ചെയ്തൊരു സിനിമയാണ്. ആ റോള് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അത് ജയറാമിനോട് ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. പിന്നെ ചില ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ എന്നിട്ട് ഒരു കാര്യം കൂടെ അവർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ പടത്തിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. കടിഞ്ഞൂൽ കല്യാണത്തിന് കോസ്റ്റ്യൂം ബോക്സിൻ്റെ പുറത്ത് ഊണും കഴിച്ചിട്ട് വന്നൊരു ഡാ പോലെ ആ പെട്ടിയുടെ പുറത്ത് കിടന്നുറങ്ങുന്ന ഇന്ദ്രൻ ഇന്നും അത് തന്നെയാണ്. അങ്ങനെയൊക്കെ നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡുകൾ വാരിക്കൂട്ടി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിനയത്തെ കളിയാക്കുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു മുഖം അറിഞ്ഞൂടാ. ദേഷ്യം വന്നാൽ നന്നായിട്ട് ഫയർ ചെയ്യുന്ന ആളാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഇതാണച്ചാ ദൊഡലി. എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. ഞാൻ ഗ്രൂപ്പ് സോങ് വരെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. മലയാളി എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞ ഡയലോഗുകൾ. ഇതിനെല്ലാം പിന്നിലെ കാരണക്കാരൻ രാജസേനൻ. പുതിയ കാലത്തെ സിനിമയോട്, സിനിമാ സംസ്കാരത്തോട്, സിനിമാ നിർമ്മാണത്തോട് രാജസേനൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ചോദിച്ചറിയാൻ അദ്ദേഹം തന്നെയാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയയിലെ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. രാജസേനൻ, ജയറാം, ഐക്കോണിക് ആയിട്ടുള്ള കോമ്പിനേഷനാണ് അത്. എന്തുകൊണ്ട് പിരിഞ്ഞു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അതിന് ഉത്തരം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഉത്തരങ്ങളിൽ ഏകദേശം ഒരു 10 ഉത്തരങ്ങളിങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ട്. ആ 10 ഉത്തരങ്ങളുടെ സംഗ്രഹമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ടുപേരും രണ്ട് രീതിയിൽ വളർന്നുപോയി. ഒരാൾ താരം എന്ന രീതിയിൽ വളർന്നപ്പോൾ അയാൾ കഥയിലും കഥാഗതിയിലും ഇൻ്റർഫിയർ ചെയ്തു. അത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാനായില്ല. അത് തന്നെയാണോ പ്രശ്നം? ഇൻ്റർഫിയർ ചെയ്തില്ല, ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. കഥയിൽ ഇടപെട്ടത് കൊണ്ട് എന്തിനൊരു സുഹൃത്തിനെ വേണ്ടത്? കഥയിൽ ഇടപെട്ടിട്ടില്ല. പുള്ളിക്ക് കഥയിൽ ഇടപെടാൻ അറിയത്തില്ല. ഇപ്പോൾ ദിലീപ് കഥയിൽ ഇടപെടും, പല കാര്യത്തിൽ ഇടപെടും. ദിലീപിനതറിയാം. ജയറാം സത്യം ഞാൻ തുറന്നു പറയാം, എൻ്റെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെൻറ്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. അങ്ങനെയായിരുന്നു. ഇത് മധുചന്ദ്രലേഖയും കഴിഞ്ഞ് കനകസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. ഏത് അദ്ദേഹം കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം, നമ്മളിനി ഒരുമിച്ചുണ്ടല്ലോ. അത് വഴക്കായിട്ടല്ല, ഇതുപോലെ സ്നേഹത്തിൽ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിനെ പിന്നെ കൂടെ നിന്നവർ പലരും ഒന്ന് തെറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അറിയാമല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ശകലകന്നു എന്ന് കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ആളുണ്ടാവും. അങ്ങനെ കുറച്ച് പേര് അത് വലിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് പുള്ളി അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ഒരു മിസ്സിങ്ങോ തീർച്ചയായിട്ടും സങ്കടമോ ഒന്നും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ, ജയറാമിന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ അപ്പൊ അവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്, വലിയ താരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസേനൻ ഉണ്ടായിരുന്നെങ്കിൽ. വിളിച്ചാലേ പോകാൻ പറ്റും. എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ 2 സെൻറ്റൻസേ പറഞ്ഞോളൂ. എൻ്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചില്ല. കാരണം വിളിച്ചാലും ചെല്ലത്തില്ല
എന്ന് വിചാരിച്ചിട്ടാവാം വിളിച്ചില്ല, രണ്ടിനും വിളിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നൊരു ഇനീഷ്യേറ്റീവ് എടുത്താൽ, അല്ലെങ്കിൽ രാജശേഖരൻ സാറിൻ്റെ സൈഡിൽ നിന്നൊരു ഇനീഷ്യേറ്റീവ്, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വിട്ടാണല്ലോ ഈ കമ്പനി എടുത്താൽ, ആ സുവർണ്ണ കൂട്ടുകെട്ട് ഒരുമിക്കുക അതിനുള്ള സാധ്യത എനിക്കറിയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഒരു മൂവ് ഉണ്ടാവില്ല. എൻ്റെ ഭാഗത്ത് ഒരു സൗഹൃദത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സൗഹൃദം അതുപോലും കിട്ടാറില്ല. പല വേദിയിലും ഒരുമിച്ചൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതില്ല. അപ്പം ഞാൻ ഇനിഷ്യേറ്റീവായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങത്തില്ല. അദ്ദേഹം തന്നെയാണ് പല സിനിമയും നേരത്തെ ഇനിഷ്യേറ്റീവായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ 16 സിനിമകൾ, 16 സിനിമ പ്രൊഡ്യൂസർ ഒപ്പിക്കാനൊക്കെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഇറങ്ങിയാൽ ചിലപ്പോൾ നടന്നു വരാം. അദ്ദേഹത്തെ ഒരിക്കലും വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, പറയാൻ എൻ്റെ നാവ് അനുവദിക്കത്തില്ല. പക്ഷേ ഈ അടുത്ത് വരുന്ന 2 പ്രധാനപ്പെട്ട ചർച്ചകളിലും അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിലും രാജസ്ഥാൻ എവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തേത് ഉർവശി എടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, മധുചന്ദ്രലേഖ ഞാൻ ഇഷ്ടമില്ലാതെ ചെയ്തൊരു സിനിമയാണ്, ജയറാം പാർവതിയുടെ നിർബന്ധം കൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്, ആ സിനിമയുടെ കഥാപാത്രമായിട്ട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന്. അതിനോട് എങ്ങനെ പ്രതികരിക്കുക? ആ ഒരു വിയോജിപ്പ് അവരുടെ പെർഫോം ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ വിയോജിപ്പ് മാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ? എൻ്റെ ഒരു അറിവിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു അവരെ അങ്ങനെ കാസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം? ആ റോള് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അത് ഫാക്ട്. ജയറാമിനോട് ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ഉർവശി. ഇങ്ങനെ ജയറാം വന്നൊരു കഥ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനിപ്പോൾ 2 ദിവസത്തിനകത്ത് എറണാകുളത്ത് വരും, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കാണാം, എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു 1 ലൈൻ ഉണ്ട്, ഞാനതും കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ 1 ലൈൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എല്ലാ കൺഫ്യൂഷനും മാറി, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ചില ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ എന്നിട്ട് ഒരു കാര്യം കൂടെ അവർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ പടത്തിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്, അത് നമ്മൾ അധികം ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇത് വേദന ഉണ്ടാക്കുന്നുണ്ടോ? ഈ മധുചന്ദ്രലേഖ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണെന്നും അത് നന്നായിട്ട് കളിച്ച പടമാണെന്നും അതിന് സ്റ്റേറ്റ് അവാർഡ് നായികയ്ക്ക് കിട്ടിയെന്നും ഒക്കെ എനിക്ക് ബോധമുള്ള ആളല്ലേ. അതുകൊണ്ട് എനിക്ക് ആ സിനിമയോടൊന്നും സ്നേഹമാണ്. മാത്രമല്ല ഒരാളും അങ്ങനൊരു കഥ പറഞ്ഞിട്ടില്ല, അങ്ങനൊരു കഥ പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല ആരും. അതിപ്പോൾ വേറെ ഒരു മേലെപ്പറമ്പിലാണ് വീടും പലരും ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അവസാനമുള്ള കഥ എൻ്റെ അടുത്തേക്ക് വരുന്നത്. കടിഞ്ഞൂൽ കല്യാണം 4 കഥ രഘുനാഥ് പലേരി എൻ്റെ അടുത്ത് പറഞ്ഞു, 4 ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ രഘു ചോദിച്ചു അതെന്താ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത്, പലർക്കും പേടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ കഥയാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കഥ പറഞ്ഞപ്പോൾ വാടക കൊലയാളിയോട് അവൻ പറയുകയാണ്, പെണ്ണിൻ്റെ ഭർത്താവ് പറയുകയാണ് അവളെ ഒന്ന് കൊന്നു വരണം, പക്ഷെ കൊല്ലുമ്പോൾ ഒരു കാര്യമുണ്ട്, അവളെ വേദനിപ്പിക്കാതെ കൊല്ലണം, അത്ര ഇഷ്ടമാണെന്ന്. ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയൊരു ഹ്യൂമർ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ആ ഒറ്റ സാധനം മതി ആ സിനിമയിൽ, അത് വെച്ച് ഞാൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് കഥകൾ ഉണ്ടായിട്ടുള്ളതും സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾക്ക് നല്ല റീമേക്കിനുള്ള സാധ്യതകൾ കൂടി ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ മേലപ്പറമ്പിലാണ് വീട്, അതിലൊരു വികലമായൊരു റീമേക്ക് വന്നിട്ടുണ്ട് ധനുഷ് അഭിനയിച്ചിട്ട്, നെയ്യാണ്ടി എന്നുള്ള പേരിൽ. അത് വലിയ പരാജയമായിരുന്നു ആ സിനിമ. അല്ലെങ്കിൽ ഡാർലിങ്ങിനൊക്കെ നല്ല റീമേക്കിനുള്ള സാധ്യത ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ ഒക്കെ ആ സമയത്ത് അവിടെ പ്രൈമായി നിന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ കാർത്തിക് അല്ലെങ്കിൽ സത്യരാജ്, അവർക്ക് പ്രഭുവിനൊക്കെ വെച്ച് അവിടെയും ചെയ്യാവുന്ന സാധ്യത ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരിയർ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുകയോ ചെയ്യുകയോ ചെയ്യാഞ്ഞത്? ഇപ്പോൾ ഡാർലിങ്ങിനെ അന്ന് കാലത്തെ സൂര്യൻ വിജയനൊക്കെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ വലിയ വിജയമാക്കാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് അതൊന്നും ട്രൈ ഔട്ട് ചെയ്തില്ല? എല്ലാ ഈ പറഞ്ഞ പടങ്ങളെല്ലാം കഥാനായകനടക്കം റൈറ്റ്സ് വിറ്റിട്ടുണ്ട്. എൻ്റെ സിനിമ ചെന്നൈയിൽ ഡബ്ബിങ് നടക്കുമ്പോൾ തെലുങ്ക്, തമിഴ് അങ്ങനെയുള്ള ലാംഗ്വേജിൻ്റെ റൈറ്റ്സ് ഡബ്ബിങ് കഴിയുമ്പോഴേക്കും സെയിലാണ്. ഈ ഡാർലിംഗ് പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മോഹൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് 9 ലക്ഷമായിട്ടൊരു പാർട്ടി സിനിമ കാണാൻ ഇരിപ്പുണ്ട്, നമ്മുടെ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് ഇത് കഴിയുമ്പോൾ അവർ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല സിനിമ, ഉദയനും സിബിയും നല്ല സിനിമയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, അയാൾ പറയണ്ട, അയാൾക്ക് വേണമെങ്കിൽ വേറെ ആൾ നമുക്ക് കൊടുക്കും. പക്ഷേ പടം കഴിഞ്ഞ് മോഹനെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നിരുന്ന് എഗ്രിമെൻ്റ് പോലും എഴുതിയില്ല, ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് 9 ലക്ഷം രൂപ കാശ് കൊടുത്തു. ഇതുപോലെ എല്ലാ സിനിമയും. എനിക്ക് ആ ഒരു ബിസിനസ് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. അതൊരു വലിയ ബിസിനസ്സായിരുന്നു. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരിക്കൽ ചിന്തിച്ചാൽ ഒരു 3 സിനിമ 4 സിനിമ മിനിമം ചെയ്യാവുന്ന ഒരു ബിസിനസ് അതിനകത്തുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും ചെയ്യുന്നുണ്ട്.
പലരും ചെയ്തു. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ടാണ് മിസ് ചെയ്തത്? അത് എനിക്ക് തോന്നുന്നു ഈ ജയറാം കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ് തന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു പ്രോജക്റ്റ് കഴിയുമ്പോഴേക്കും അടുത്ത പ്രോജക്റ്റിന് റെക്കോർഡിംഗ് അല്ലേ, അങ്ങനെയല്ലേ പോകുന്നത്. ഇടം വലം തിരിയാനുള്ള സമയമില്ലായിരുന്നല്ലോ, അതാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും തമിഴ് പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ അവർ സമീപിച്ചിരുന്നോ? സമീപിച്ചാലും അത് അല്ലെങ്കിൽ റൈറ്റ്സ് വേറെ പോയി കഴിഞ്ഞാലേ അവർക്ക് ഇഷ്ടമുള്ള ആളിനെ കൊണ്ട് അവരങ്ങ് ചെയ്യും. എത്ര പടം പോയിട്ടുണ്ടെന്ന് പറയും, എനിക്കവരെല്ലാം പോയിട്ടുണ്ട്. അത് ഈ റൈറ്റ്സ് കൂടുതൽ വാങ്ങിയിട്ടുള്ള ഒരാൾ എഡിറ്റർ മോഹൻ എന്ന് പറയും, ജയം രവിയുടെ. അയാളുടെ കയ്യിലാണ് എൻ്റെ മിക്ക സിനിമയുടെയും റൈറ്റ്സ് കിടക്കുന്നത് എല്ലാം. ഇപ്പോൾ അതുപോലെ ചേർത്ത് വയ്ക്കുന്നത് കുറച്ചുകൂടി പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസിനെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലും ഒക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്നുള്ള ആക്ടറിനെ പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം സൂര്യയ്ക്ക് മുകളിൽ പല സമയത്തും കറുപ്പ് എന്ന സിനിമയിൽ പെർഫോം ചെയ്യുന്നു. ഇന്ദ്രൻസിനോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുകയും ഇന്ദ്രൻസിന് സാറിന് ഇന്ദ്രൻസിനോട് ഒരു ബഹുമാനം കലർന്ന ഒരു പ്രത്യേക സ്നേഹവുമുണ്ട്. അത് പല ഘട്ടങ്ങളിൽ അത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, അതായത് ഈ ഒരു പാൻ ഇന്ത്യൻ വിസിബിലിറ്റി, അത് കാണുന്നുണ്ടോ? ആ കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അയാളുടെ ഏത് കാര്യവും ഞാൻ ശ്രദ്ധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിനയം കാപട്യമാണെന്ന് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുത്ത് ഞാനായിരുന്നു. കാരണം ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. എത്ര വർഷം, കടിഞ്ഞൂൽ കല്യാണം മുതൽ എനിക്ക് പുള്ളിയെ പരിചയമുണ്ട്. ആ കടിഞ്ഞൂൽ കല്യാണത്തിന് കോസ്റ്റ്യൂം ബോക്സിൻ്റെ പുറത്ത് ഊണും കഴിച്ചിട്ട് വന്നൊരു ഡാ പോലെ ആ പെട്ടിയുടെ പുറത്ത് കിടന്നുറങ്ങുന്ന ഇന്ദ്രൻ ഇന്നും അത് തന്നെയാണ്. അങ്ങനെയൊക്കെ നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡുകൾ വാരിക്കൂട്ടി. പക്ഷേ അയാളുടെ വിനയം, എന്നാൽ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വിനയത്തെ കളിയാക്കുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു മുഖം അറിഞ്ഞൂടാ. ദേഷ്യം വന്നാൽ നന്നായിട്ട് ഫയർ ചെയ്യുന്ന ആളാണ്. ദേഷ്യം വരും, അയാളെ ഇട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയെക്കുറിച്ച്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ അദ്ദേഹത്തിൻ്റെ വിനയം എന്ന് പറയുന്നത് സത്യസന്ധമായ വിനയം തന്നെയാണ്. എന്ന് കരുതി ഒരാളങ്ങോട്ട് തോളിക്കരുതെന്ന് ചൊറിഞ്ഞ് കളഞ്ഞാൽ അത് നല്ല വിനയമുള്ള ആളല്ലേ, എന്തും വിളിച്ച് പറയാൻ അങ്ങനെ പോയി തീർന്നു. റിയാക്ട് ചെയ്യും. പരസ്പര ബഹുമാനം സംസാരിക്കാൻ പറ്റില്ല. പറ്റത്തില്ല. റിയാക്ട് ചെയ്യും. ഇനി ഏത് ആളായാലും പുള്ളി റിയാക്ട് ചെയ്യും. എനിക്കതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടം. അദ്ദേഹം സത്യസന്ധമായിട്ട് ചിന്തിക്കുന്ന, പെരുമാറുന്ന, ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. അദ്ദേഹത്തെ ദൈവം നന്നായിട്ട് കടാക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ദ്രൻ വലിയൊരു ദൈവവിശ്വാസിയാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയൊരു വിശ്വാസമൊന്നും ഞാൻ പുള്ളി കിടന്ന് കുമ്പിട്ട് തൊഴുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്നുവരെ. ഈ പടത്തിൻ്റെ പൂജയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തൊട്ട് നമസ്കരിക്കുന്ന കണ്ടിട്ടുണ്ട്, അല്ലാതെ ക്ഷേത്ര സന്ദർശനം പോകുന്നു അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. അല്ല, ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടോ കറുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ കറുപ്പിൻ്റെ റിവ്യൂ കണ്ടോണ്ടേ പുള്ളിയെ വിളിച്ചായിരുന്നു. പുള്ളിയെ. ഗംഭീര അഭിപ്രായമാണ് അതിനകത്ത്, ഗംഭീര അഭിപ്രായം. അത് എന്താണെന്നറിയാം, അദ്ദേഹത്തെ ആദ്യം അദ്ദേഹത്തിൻ്റെ രൂപം മുതലാക്കിക്കൊണ്ടാണ് സിനിമ കിട്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറിയ മുഖം, മെലിഞ്ഞ ശരീരം ഒക്കെ അതൊക്കെ മാറി. അതൊക്കെ കുറച്ച് പുള്ളി ഇച്ചിരി കൂടെ ബോഡിയായി, ഇച്ചിരി കൂടെ ഫേസായി. പക്ഷേ ആ ഫേസിൽ പുള്ളി മനഃപൂർവ്വം അഭിനയിക്കാതെ തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ മുഖം പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ചില ടിപ്പിക്കൽ റോളിൽ പുള്ളി ചുമ്മാ നിന്നാൽ മതി. നിസ്സഹായാവസ്ഥയൊക്കെ ഒരു രക്ഷയില്ലാതെ. ആ നിസ്സഹായ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടലിൽ ആശുപത്രി പൂട്ടിയിട്ട് അതെല്ലാം തകർന്നു, ആശുപത്രി നടത്താൻ പറ്റുന്നില്ല, അവൾ പിണങ്ങിപ്പോയി, എല്ലാം ആയി. ആശുപത്രി പൂട്ടിയിട്ട് താക്കോല് കൊണ്ടുവന്ന് ജയറാമിൻ്റെ കയ്യിൽ കൊടുക്കുന്നൊരു ഷോട്ടുണ്ട്. അത് കുറച്ച് നേരം നടന്നിങ്ങനെ വരികയാണ്, പുള്ളി മാത്രമാണ് ഫ്രെയിമിൽ. ജയറാം അടുത്ത ഷോട്ടിൽ ജോയിൻ്റ് ആവത്തുള്ളൂ. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അവിടെ കൂടി ഇന്ന് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു. പക്ഷേ അന്നത്തെ ഇന്ദ്രനെ ഇത്രയും പറയത്തില്ല. അന്ന് കോമഡി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദ്രനാണ്. പക്ഷേ ഞാനും ജയറാമും, ജയറാം തൊട്ടടുത്ത് നിൽക്കില്ല, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആക്കി. അത് വേറെ ഒന്നും പറയില്ല. അവൾ പിണങ്ങിപ്പോയി, സാമ്പത്തികമായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല, രോഗികളില്ല, ആ ഡോക്ടറും പിണങ്ങിപ്പോയി, എല്ലാം തകർന്നിരിക്കുന്ന അപ്പൂട്ടൻ്റെ കയ്യിലേക്ക് താക്കോല് പൂട്ടിയിട്ട് താക്കോല് കൊണ്ട് കൊടുക്കുകയാണ്. ഇത്രേ പറഞ്ഞു കൊടുത്തുള്ളൂ. പക്ഷെ അന്നേ ഇത് കുറിച്ചിട്ടതാണ്. പക്ഷെ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് അങ്ങ് കയറിപ്പോകുമെന്ന് സത്യത്തെ വിചാരിച്ചില്ല. ഭയങ്കര ട്രാൻസിഷനാണ് ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പലയിടങ്ങളിൽ
പണ്ടത്തെ സിനിമ ഇപ്പോഴത്തെ സിനിമ എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ടല്ലോ. പണ്ടത്തെ സിനിമാക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ എല്ലാം ക്യാരവാനിലേക്ക് മാറിയപ്പോൾ ആ ബന്ധങ്ങൾക്കൊരു മൂല്യതകർച്ച വന്നു എന്നുള്ള രീതിയിലൊക്കെ. ശരിക്കും അത് നമ്മൾ പുതിയ കാലത്തോട് അഡാപ്റ്റ് ആവാത്തതിൻ്റെ പ്രശ്നമാണോ? കാരണം പുതിയ കാലത്ത് ഇനി അങ്ങനെയല്ലേ സിനിമ സാധ്യമാവുള്ളൂ. അതായത് ഒരുപാട് കൂട്ടുകാർ അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങൾ, അല്ലെങ്കിൽ കോണ്ടക്സ്റ്റ് ഇല്ലാതെ, നമ്മൾ പറഞ്ഞ പോലെ കോണ്ടക്സ്റ്റ് ഇല്ലാത്ത ചിരി. ഇപ്പം മലപ്പുറം ബ്രാൻഡ് ഓരോ ചിരിക്കും അതിൻ്റെ ബാക്കിലൊരു കള്ളത്തരവും അതിൻ്റെ ബാക്കിലൊരു സത്യാവസ്ഥയും ആളുകളുടെ ഒരു ദയനീയാവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ പുതിയ കാലത്തെ സിനിമകൾക്ക് അത്രയും ലൈഫ് ഉണ്ടാവണമെന്നില്ല. ചെറിയ സംഭവങ്ങളിലാണ് വലിയ ചിരികൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സ്വയം അഡാപ്റ്റ് ആവണ്ടേ? അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഈ കൂട്ടുകുടുംബ സമ്പ്രദായവും പിന്നെ വന്ന് അണുകുടുംബവും തമ്മിൽ ചിന്തിച്ചാൽ മാത്രം മതി. കൂട്ടുകുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ സിനിമയിൽ ഒരുമിച്ച് ഇങ്ങനെ പാക്കപ്പ് ചെയ്തിട്ട് ആ ഒരു ഏരിയ തന്നെ ഇരുന്ന് മാറി മാറി ഇരുന്ന് ഫുഡ് കഴിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വ്യത്യാസം വന്ന് ഒരു ക്യാരവൻ വന്നു, അത് 2 ക്യാരവനായി. അതായത് ഒരച്ഛനും അമ്മയും 1 or 2 കുട്ടികളും ആകുന്ന കുടുംബങ്ങൾ, അതിനെയാണല്ലോ അണുകുടുംബം എന്ന് പറയുന്നത്. ആ അണുകുടുംബം പോലെയാണ് ക്യാരവൻ. ഭയങ്കരമായ ഒരു പ്രൈവസിയിലേക്ക് അങ്ങ് പോയി, ഒരു സെപ്പറേഷൻ ആയി. അത് ടെക്നിക്കലി അതൊക്കെ വേണമായിരിക്കും. എൻ്റെ കഴിഞ്ഞ സിനിമയിലൊന്നും ക്യാരവൻ ഇല്ലായിരുന്നു. പക്ഷേ ക്യാരവൻ അതെന്താണെന്ന് പറഞ്ഞാൽ 18 ദിവസം ഒറ്റ വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അവിടെ പിന്നെ ക്യാരവൻ്റെ ആവശ്യമില്ല. 9 ബെഡ്റൂമുള്ള വീടാണ്. 2, 3, 4 ബെഡ്റൂം ആർട്ടിസ്റ്റ് എടുത്താലും അതിനകത്ത് കുഴപ്പമില്ല. ഇപ്പം അതൊക്കെ വേണം എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ കാര്യം, ഔട്ട്ഡോർ സിനിമകളൊക്കെ ആണെങ്കിൽ ലേഡീസിന് ഡ്രസ്സ് ചെയ്യാൻ ഒരു പ്രൈവസി, നല്ല പ്രൈവസി വേണം. അതുപോലെ ജെൻസിനും 2, 3 പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം. അപ്പോൾ ക്യാരവൻ്റെ എണ്ണം ഇപ്പം കൂടുകയാണ്. 2, 3, 4 ഒക്കെ ഉള്ള ക്യാരവനുള്ള സിനിമകളും ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫണ്ട്, ഒരു ബഡ്ജറ്റാണ് റേസിംഗ് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ വേണം, ആവശ്യമുണ്ടെങ്കിൽ വേണം. മറ്റുള്ള സംവിധായകരുടെ സിനിമയിലേക്ക് സാറിനെ കാസ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്നെ ചില സിനിമ ഇപ്പോൾ ഈ ഞാനും ഞാനും കഴിഞ്ഞിട്ട് 1-2 സിനിമയ്ക്ക് വിളിച്ചു. അതിൽ ഒരെണ്ണം ചെയ്തു. നേമപുഷ്പരാജൻ്റെ സിനിമയിൽ ഒരു കോട്ടയം അച്ചായൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. അത് അത്ര വലിയ ഒരു സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കഥാപാത്രമൊന്നുമല്ല, നായികയുടെ അച്ഛൻ. പിന്നെ 1-2 സംസാരിച്ച് പിന്നെ ഒരു സിനിമ ഒരു പെൺകുട്ടി വന്നൊരു കഥ പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് കിടക്കുകയാണ്, മെയിൻ റോളാണ്. അല്ലാതെ ഈ ഒരു കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ സിനിമയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോന്ന് ചോദിച്ചാൽ വിളിച്ചില്ല. ആഗ്രഹമുണ്ട്. അങ്ങനത്തെ തനി കച്ചവട സിനിമയിലേക്ക് വരണം എന്ന് തന്നെ ആഗ്രഹമുണ്ട്. ചില ടിപ്പിക്കൽ റോളിന് ഞാൻ ഫിറ്റ് ആകുമെന്ന് എനിക്കറിയാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റോളാണെന്ന് വെച്ചോളൂ. ആദ്യ പകുതിയിലും 2ാമത്തെ പകുതിയുടെ പകുതി വരെയൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. പക്ഷേ ഇവൻ ലോക കള്ളനും ലോക കുഴപ്പക്കാരനുമാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു ക്ലൈമാക്സിൽ ഞാൻ ഇപ്പോൾ കറക്റ്റായിരിക്കും. ഒരു 2-3 സിനിമയിൽ വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും, കൂടുതൽ പറ്റത്തില്ല. പിന്നെ നമ്മളെ കാണുമ്പോഴായി അവൻ അവസാനം അവൻ കൊണ്ടുവന്ന് പൊളിക്കും. അതെ, അതൊക്കെ വേണമെങ്കിൽ കിട്ടിയാൽ ചെയ്യാമെന്നുണ്ട്. നമുക്ക് ഈ പോസിറ്റീവ് റോള് തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. ഏത് മാന്യമായ നെഗറ്റീവായിട്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത്. 2 നെഗറ്റീവ് ഉണ്ട്. ഒട്ടും മാന്യത ഇല്ലാത്ത നെഗറ്റീവും ഉണ്ട്, മാന്യമായ നെഗറ്റീവും ഉണ്ട്. അയാൾ സൈക്കോളജിക്കലി പ്രോബ്ലം ഉള്ള ആളാണ്. അതായത് എക്സെൻട്രിക് അല്ല, അതിൻ്റെ മേലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഭ്രാന്ത് പോലെയായിരുന്നു അയാൾക്ക്. ചതിക്കപ്പെട്ട മനസ്സിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നത്. അതായത് 10-14 വയസ്സുള്ളൊരു പെൺകുട്ടി അയാളെ സ്നേഹിച്ച്, വെറുതെ നടന്ന് അയാളെ പുറകെ നടന്ന് സ്നേഹിച്ച്, അവർ തമ്മിൽ ശാരീരികമായ ബന്ധം പുലർത്തി, ആദ്യമായിട്ട് പെണ്ണിൻ്റെ ഗന്ധം അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു തമാശയല്ലേ ദാമു? അതും പറഞ്ഞുകൊണ്ട് കിടന്നാൽ എങ്ങനെയാണ്? ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. ആ ഗെറ്റ് ഔട്ടും ഇറങ്ങിപ്പോകില്ല, അയാൾ തകർന്നു പോയി. അവിടെ നിന്നാണ് അയാളുടെ അത്രയും സാധുവായ അയാൾ, അതാണ് പാവം ക്രൂരൻ. പിന്നെ അയാൾക്ക് ഈ ഏജിലുള്ള കുട്ടികളെ കണ്ടാൽ അയാൾക്ക് കൊല്ലുക എന്നുള്ളതാണ്. ഏകദേശം ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സിനിമകളും വന്നിട്ടുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ട് സാധാരണ അതൊന്ന് റീടെൽ ചെയ്തുകൂടാ? ഇപ്പം വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പലരും സംസാരിക്കുന്നുണ്ട് റീമേക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്, ഗംഭീര സംഭവമാണ് അത്. പക്ഷേ അതിൻ്റെ സ്റ്റോറി ലൈനൊന്ന് മാറ്റേണ്ടി വരും. ഞാനിനി അത് ചെയ്യുകയാണെങ്കിൽ ഹീറോയെ മാത്രമേ എടുക്കത്തുള്ളൂ. ഹീറോയിൻ പോലും ആ ഒരു ട്രാക്കിൽ വരാതെ നോക്കണം. അന്നൊരു വീട്ടിൽ ഇയാൾ തോട്ടക്കാരനായിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ നിന്നാൽ ഒരു മൊണോട്ടണി പോലെ വരും. ഇപ്പോഴത്തെ സിനിമയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൊണോട്ടണി കൊടുക്കരുത്, പ്രതീക്ഷിക്കുന്നതും കൊടുക്കരുത്. ഒരു കോളിംഗ് ബെല്ലിയായിട്ട്
ഇത് തുറക്കുന്ന ആൾ ദാമോദരനെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ ചെല്ലപ്പം നിൽക്കണം. അതാണ് ഇപ്പോഴത്തെ സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത്. അതാണ് ഒരിക്കലും ഇപ്പോൾ ദാമോദരനായിരിക്കും അവിടെ നിൽക്കുന്നത് എന്ന് വിചാരിച്ചിങ്ങനെ എല്ലാവരും ഡയറക്ടേഴ്സാണ്. ഈ 250 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നവരുടെയൊക്കെ ഉള്ളിലൊരു സംവിധായകൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സംവിധായകനെ നമ്മൾ തോൽപ്പിച്ചാൽ സിനിമ കിട്ടാം. അതിനുള്ള പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ നല്ല അത്യാവശ്യം പൈസ ഉള്ള വീട്ടിലെ പിള്ളേരുടെ കയ്യിലൊക്കെ നല്ല മൊബൈലുണ്ട്. അവർ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ചില ഷോർട്ട് ഫിലിംസ് ഉണ്ട്, നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ജൂറിയായിട്ടൊക്കെ ചില ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് പോകാറുണ്ട്. 100-150 എണ്ണം അവർ കണ്ടിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു 15 എണ്ണം തരും. ഈ 15 എണ്ണവും നമുക്ക് മാർക്കിടാൻ പറ്റാത്ത രീതിയിൽ നല്ലതാണ്. ഷോർട്ട്സ്, സൗണ്ട്. എന്നാൽ ഇവർക്കൊക്കെ എന്തായി എല്ലാം കൂടെ എന്തായി എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു 25,000 രൂപ, ഇതൊക്കെ എങ്ങനെ എടുക്കുന്നത് നമുക്കറിയില്ല. അല്ലെങ്കിൽ 30,000 രൂപ, അല്ലെങ്കിൽ അങ്ങേറ്റം പോയി 50,000 രൂപയ്ക്ക് 5-6 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം എടുത്ത് നമ്മളെ ഞെട്ടിക്കുകയാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അതിൻ്റെ മേലുള്ളത് തന്നെ ആയിരിക്കണം. അങ്ങനെയും കൂടെ ഉണ്ട്. ഇപ്പം ഈ റിവ്യൂവിങ്, ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ ഒരു വേർഡിറ്റും കൂടി വരികയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു പോപ്പുലറായ റിവ്യൂവർ ഒരു പടത്തിനെ പറ്റി മോശം പറഞ്ഞാൽ ഇപ്പം അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ പോലും അയാളെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തോട്ടിൽ ആ സിനിമ കാണാതെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ഒരു റിവ്യൂവർക്ക് ഭീഷ്മ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പേഴ്സണലി അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂസ് ഫോളോ ചെയ്ത് അശ്വന്ത് ഗോക്കായിട്ടുള്ള റിവ്യൂസിനോടുള്ള അടുപ്പം കാണിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഭീഷ്മ ഇഷ്ടമുള്ള സിനിമയാണ്. എൻ്റെ ഏറ്റവും ഗോ ടു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വളരെ എസ്തെറ്റിക്കലി ഷോർട്ട് സിനിമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഈ റിവ്യൂവേഴ്സിന്റെ അഭിപ്രായത്തിന്റെ പുറത്ത് അവരുടെ ഒരു ഇന്റലിജൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്സെപ്റ്റൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ഒരു അവസ്ഥ, അത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് പറയാനുള്ളത്, ഈ റിവ്യൂ പറയുന്ന ഒരാളുടെ മാത്രം അഭിപ്രായമല്ല ഒരു സിനിമയുടെ വിജയവും പരാജയവും. അതിനൊരു സമയം കൊടുക്കണം. ഒരു സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാർ പരസ്പരം പറഞ്ഞ് ഒന്നുകിൽ ആ സിനിമ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ വിജയിക്കുന്നു. ആദ്യമേ തന്നെ റിവ്യൂവർ പറയുകയാണ് ഈ സിനിമ കൊള്ളത്തില്ല എന്നങ്ങ് പറഞ്ഞ് പരത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സിനിമയുടെ പിന്നിൽ എഫേർട്ട് മാത്രമല്ല, ഒരുപാട് പേരുടെ എഫേർട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരുപാട് കോടികൾ മുടക്കിയാലേ ഒരു സിനിമയാവുള്ളൂ. പിന്നെ ഇൻഡസ്ട്രി നിലനിൽക്കണം. ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നും കൊണ്ട് ഇറങ്ങുന്ന സിനിമ മുഴുവൻ സൂപ്പറാണെന്ന് പറയണമെന്നുള്ള അർത്ഥത്തിലല്ല. കുറച്ച് സമയം, ഒരു 3-4 ദിവസം സമയം ഇയാളും ഒന്ന് പഠിക്കണം. ഈ സിനിമ എനിക്ക് മാത്രമാണോ മോശമായിട്ട് തോന്നിയത്? ഒരു 2-3 ഷോയ്ക്ക് കയറി മറ്റുള്ളവരുടെ കൂടെ ഇരുന്നൊന്ന് കാണണം. അവരത് എൻജോയ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അങ്ങനെ പറയാം. സിനിമയിലെ പല സംഗതികളും എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പല തിയേറ്ററിൽ സിനിമ കണ്ടു. അവിടെ ഇരിക്കുന്നവർ ആ സിനിമ ആസ്വദിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഇതിനെ കുറ്റം പറയുന്നത് എന്ന് പറയുന്ന ഒരു റിവ്യൂ സ്റ്റൈല് വരാമെങ്കിൽ സൂപ്പർ. എന്താ പേഴ്സണലി യോജിക്കാൻ പറ്റാത്ത ഇപ്പോഴത്തെ പുതിയ കാലത്തെ സിനിമയിൽ? ഏത് സിനിമ? ഇപ്പോൾ പുതിയ കാലത്തെ സിനിമകളിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ഡിജിറ്റൽ വന്നതിന് ശേഷം പഠിക്കാതെയും ഒന്നും ആലോചിക്കാതെയൊക്കെ സിനിമ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 1.5 കോടി 2 കോടിയൊക്കെ കയ്യിൽ കിട്ടിയാൽ ചുരുട്ടിക്കൊട്ടി ഒരു സിനിമ എടുക്കാനുള്ള അങ്ങനത്തെവരും ഉണ്ട്. നമുക്കൊന്നും അത് അറിഞ്ഞുകൂടാ. നമുക്കൊരു മാന്യമായ ബഡ്ജറ്റിലേ സിനിമ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ എടുത്ത് വരുന്ന ഒരുപാട് സിനിമ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രവാസി സിനിമ എടുക്കാനൊക്കെ വരുമ്പോഴേ അവർക്ക് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണെങ്കിൽ മലയാള സിനിമയിൽ ആകെ 5 സിനിമയെ ഓടിയുള്ളൂ കഴിഞ്ഞ വർഷം. ബാക്കിയെല്ലാം ലോസാണ്. എത്രയോ ആയിരക്കണക്കിന് കോടി മലയാള സിനിമ നഷ്ടത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ കേട്ട് അവരങ്ങ് തിരിച്ചു പോകും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് പഠിച്ചിട്ട്, പിന്നെ ഈ ഒന്നും പഠിക്കാതെ എടുക്കുന്ന ചില സിനിമ കളിക്കുന്നുമുണ്ട്, നല്ല സിനിമയുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ സാറ് പണ്ട് സിനിമ പഠിച്ചിട്ടല്ല സിനിമയിൽ, അദ്ദേഹം ഒരു വീക്കിലിയുടെ ജേർണലിസ്റ്റായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പുള്ളി സ്വയം സ്ക്രിപ്റ്റ് എഴുതി ഒരു നല്ല പ്രൊഡ്യൂസറെ കിട്ടിയപ്പോൾ ഒരു സിനിമ പുള്ളിയുടെ സ്വന്തം രീതിയിൽ പുള്ളിക്ക് ക്യാമറ ആംഗിള് പുള്ളി ക്യാമറാമാനായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു 3-4 സിനിമ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറെ ലെവലിൽ ആളായി. അദ്ദേഹം അത് പ്രൂവ് ചെയ്ത് കൊടുത്തത് പഠിക്കാതെയും ചെയ്യാം എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്ത അപൂർവ സംവിധായകരുള്ള ആളാണ് ബാലേന്ദ്ര മേനോൻ സാറ്. അങ്ങനെ പറ്റുന്നവരുണ്ട് ഇപ്പോഴും. പക്ഷേ എല്ലാവർക്കും അത് പറ്റുമോ? എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ അങ്ങനെ പരാജയപ്പെടുന്ന സിനിമകളുടെ എണ്ണം കൂടുമ്പോൾ ഇൻഡസ്ട്രിയെ ബാധിക്കും. അത്തരം സിനിമകളെ ഈ റിവ്യൂ പറയുന്നവർ ചെന്നിരുന്ന് സൂപ്പർ എന്ന് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനും വേണമെങ്കിൽ 2 ദിവസം സമയം കൊടുക്കണം. ഇപ്പം സാറിൻ്റെ സിനിമകളിലെ പല ക്യാരക്ടേഴ്സും പറയുന്ന കാര്യങ്ങളും ഡയലോഗുകളും മറ്റ് സിനിമകളിൽ റെഫറൻസ് ആയിട്ട് വരികയും അല്ലെങ്കിൽ പോപ്പ് കൾച്ചർ റെഫറൻസിലും ട്രോളുകളിൽ അത് ഒരുപാട് നിറയുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരുപാട് കഴിവുകളുള്ള ഒരാൾ
അതായത് ഇപ്പോൾ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും IT അറിയാവുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി ജനറൽ നോളജിൻ്റെ സൈഡിലൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ പോപ്പുലർ റെഫറൻസിന് വരുന്ന ഒരു ഡയലോഗാണ് രാമനാഥനപ്പോൾ ഇതും വശമുണ്ടോ എന്നുള്ളത്. അത് ഇപ്പോൾ ഗുരുവായൂരമ്പലം നടയിൽ ഒരു സീനായിട്ട് വരുന്നുണ്ട്, ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ആ സിനിമയ്ക്ക് അപ്പോൾ കുറച്ചുകൂടി ഒരു ലൈഫ് കിട്ടുകയാണ് ട്രാവൽ ആവാൻ വേണ്ടിയിട്ട്. രാമനാഥൻ സത്യം പറഞ്ഞ കഥാനായകന് അത്രയും കഴിവുകൾ കൊടുക്കേണ്ടിയിരുന്നില്ല സ്ക്രിപ്റ്റ് വൈസ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കൊടുത്തേ പറ്റുമോ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, കഥാനായകൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ പോലും ആ അച്ഛന് ചേർന്നതാണ്. പയ്യാരത്ത് പത്മനാഭൻ നായർക്കാണ് വാസ്തവത്തിൽ കഥാനായകൻ എന്നുള്ള ടൈറ്റിൽ ചേരുന്നത്. അപ്പോൾ ജയറാം വന്ന് കത്തി നിൽക്കുന്ന സമയം എൻ്റെ കൂടെ സിനിമകൾ ഇങ്ങനെ ചെയ്യുന്ന സമയമാണ്. വേണമെങ്കിൽ ജയറാമിന് കയറി കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെയാണല്ലോ കിടന്ന് സ്കോർ ചെയ്യുന്നത്. നമുക്കതിൽ ശരിക്കും പറഞ്ഞാൽ 86 സീനിൽ മറ്റോ അയാൾ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിന് 75 76 സീനുകളുള്ള അതിനകത്ത്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഷോട്ട് കൊണ്ടും ഇത്തരം ഡയലോഗ് കൊണ്ടുമാണ് ജയറാമിനെ ഇങ്ങനെ പുഷ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ ആ ക്യാരക്ടർ സ്കോർ ചെയ്തുകൊണ്ട് പോകും. അതാണ്. അപ്പം അങ്ങനെ ചില ഘട്ടങ്ങളിൽ ഇതൊക്കെ വേണ്ടി വരും. നമ്മൾ ഈ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വിമർശനം കൊണ്ട് തന്നെ നിലനിൽക്കുന്ന സിനിമകളാണ് ഈ പറഞ്ഞ കഥാനായകരും ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുള്ള സിനിമയിലേക്ക് ജയറാം ക്യാരക്ടർ അടിക്കുന്നു, ജയറാമിൻ്റെ ക്യാരക്ടർ ടോക്സിക് ആയ ഭർത്താവാണ് എന്നുള്ള ഒരു വിമർശനവും വരുന്നു. അതായത് ജയറാം ക്യാരക്ടർ ഒരു സ്ത്രീയെ അടിച്ചുകൊണ്ട് ചട്ടം പഠിപ്പിക്കുന്നു, പെരുമാറ്റം പഠിപ്പിക്കുന്നു എന്നുള്ളത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ആ കറക്റ്റ്നെസ്സിനോട് എങ്ങനെയാണ്? അല്ല, അങ്ങനെ വേണമെന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു കഥ നമ്മൾ പറയുന്നൊരു കഥയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ സഹോദരിയെ ടോർച്ചർ ചെയ്യുന്നു, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതെ പിന്നെ ആഹാരം പോലും കൊടുക്കാതെ അമ്മയെ ടോർച്ചർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഒരു പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയാം. നമ്മളൊരു കഥ പറയുമ്പോൾ ആ കഥയുടെ വളർച്ചയ്ക്കും ആ കഥയുടെ ഒരു വിജയത്തിനും വേണ്ടി മെയിലും ഫീമെയിലും ഒക്കെ താഴെ മേലേക്ക് ആവും. അതാവാതെ എങ്ങനെ കഥ പറയും? ഞാൻ ചോദിക്കട്ടെ, നാടൻ പെണ്ണും നാട്ടുപുറമാണിയിലും സംയുക്ത വർമ്മയുടെ കൈ കിടന്ന് പാവ പോലെ കളിക്കുന്ന ആളാണ് ജയറാം. അതെന്താ ആരും പറയാത്തത്? അവിടെ സ്ത്രീ മേധാവിത്വം വന്നില്ലേ? അത് പറയില്ല. എവിടെയെങ്കിലുമൊക്കെ ഈ ഒരാളെ അടിച്ചങ്ങോട്ട് എന്തെങ്കിലും ഞാനതിന് ഇപ്പോൾ താങ്കൾ പറയുന്ന ഞങ്ങൾ സന്തുഷ്ടനുള്ള നായികയ്ക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു മറുപടി കൊടുത്തായിരുന്നു. ആ കുട്ടിക്ക് അന്ന് ഇതൊരു നിധിയായിരുന്നു. അങ്ങനെ റോള് 10 16 വയസ്സായ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിധി തന്നെയല്ലേ? എന്നോട് ചോദിച്ചത് ഈ റോള് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ കുട്ടി വില്ലിങ് ആണെങ്കിൽ ചെയ്യിച്ചോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നിധിയല്ലേ? അന്നത് നിധിയായിരുന്നു. ആ കുട്ടിയുടെ പെർഫോമൻസ് ആ സിനിമയിൽ അസാധ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു റോള് പിന്നീട് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് പല ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അത്രയും ശക്തമായൊരു കഥാപാത്രം, ഞാൻ പറയുന്നത് ജയറാമിൻ്റെ കഥാപാത്രത്തെ ഇങ്ങനെ മുള്ളേൽ നിർത്തുന്ന സീക്വൻസുകളുണ്ട് അതിനകത്ത്. അതൊന്നും നോക്കാതെ അതൊരു മെയിൽ ഡോമിനേഷൻ ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച സംവിധായകനും അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെയൊക്കെ വേണോ? നമ്മളൊരു കലാരൂപം, ഒരു നോവൽ എഴുതുമ്പോൾ നമുക്ക് ആ ഫ്രീഡം വേണ്ടേ? ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രീഡം വേണ്ടേ? ഒരു കവിത എഴുതുമ്പോൾ അത് വേണ്ടേ? ഒരു നാടകം എഴുതുമ്പോൾ അത് വേണ്ടേ? നമ്മൾ അവനവൻ്റെ ജീവിതത്തിൽ കറക്റ്റായാൽ മതി. ആ ജീവിതത്തിൽ കയറി ടോർച്ചറിങ്ങും അതും ഇതും ഭയങ്കരമായിട്ട് പുരുഷ മേധാവിത്വമൊക്കെ കാണിക്കുന്നവനാണെങ്കിൽ അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം. അത്രേ ഉള്ളൂ. ക്രിയേറ്ററുടെ സ്വാതന്ത്ര്യം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. അല്ലെങ്കിൽ അന്നേ അതങ്ങ് റിജക്റ്റ് ചെയ്യണം. പക്ഷെ അത് റിജക്റ്റ് ചെയ്ത് ആരും വേണമെങ്കിലും ചെയ്യാറുള്ളൂ, അല്ലേ? ചെയ്യും. നിധിയും ഇന്ന് വിധിയും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.